ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ഒരു ദിവസം കൂടെ കാണുവാനൊക്കെ ദൈവം നമ്മെ സഹായിച്ചു. അതിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മുടെ ധ്യാനത്തിനായിട്ട് ഈ പ്രഭാതത്തിൽ തിരഞ്ഞെടുക്കുന്ന വേദഭാഗം 2 കൊരിന്ത്യർക്ക് എഴുതിയതായ 1-ാമത്തെ അധ്യായത്തിൽ 4-7 വാക്യങ്ങളാണ്. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. നിങ്ങൾ കഷ്ടങ്ങൾക്ക് കൂട്ടാളികളാകുന്ന പോലെ ആശ്വാസനും കൂട്ടാളികൾ എന്നറിയുവാൻ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രത്യാശ ഉറപ്പുള്ളത് തന്നെ. ഈ വാക്യങ്ങൾ കണിശമായിട്ടും ആശ്വാസത്തിൻ്റെ ചില വാക്കുകളാണ്. ഇവിടെ ഇന്ന് നമുക്ക് ചിന്തിപ്പാനുള്ളതായ 28 വിശ്വാസ പ്രമാണങ്ങളിലുള്ളതായ കാര്യം മറ്റൊന്നുമല്ല, സ്പിരിച്വൽ ഗിഫ്റ്റ്സ് എന്നുള്ളതിനെക്കുറിച്ചാണ്. അതായത് ആത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ച്. അപ്പോൾ ഈ ആത്മാവിൻ്റെ വരങ്ങൾ അനവധിയാണ്. എന്നാൽ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നത് ഒരു വരമാണ് എന്ന് ആണ് ഇവിടെ പറയുന്നത്. നമുക്കറിയാം, എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് അതായത് കൂട്ടായിട്ടുള്ള പ്രവർത്തനമാണ് നമുക്ക് വേണ്ടത്. പ്രത്യേകിച്ച് പറയാൻ നമുക്കറിയാം, സഭകളിൽ വിശ്വാസികളെല്ലാവരും ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ച അനുഭവം ആദ്യ നൂറ്റാണ്ടിൽ ഉണ്ടായതായിട്ട് നാം കാണുന്നുണ്ട്. അതേ കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും അന്യോന്യം ആശ്വസിപ്പിക്കുകയും കൈത്താങ്ങുകയും അതേ ദാരിദ്ര്യമുള്ള അവസ്ഥയിൽ എല്ലാവരും ഒത്തൊരുമിച്ച് കൂടി അവരുടേതായ സമ്പത്തുകൾ ഒരുമിച്ച് കൂട്ടി എല്ലാവർക്കുമായി പ്രവർത്തിക്കുകയും ചെയ്ത സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരുമനപ്പെട്ട് പ്രവർത്തിക്കുക അല്ലെങ്കിൽ ഒരുമയോടെ നിൽക്കുക, അതിനൊരു ഉദാഹരണം എനിക്ക് പറയാനുള്ളത്, നമുക്കറിയാം പല പള്ളികളിലും ഗായക സംഘമുണ്ട്, കൊയർ. അപ്പോൾ ഈ കൊയർ എന്ന് പറയുന്നത് അത് പ്രത്യേകിച്ച് അവിടെയുള്ള അംഗങ്ങളിൽ പാട്ട് പാടാൻ കഴിവുള്ള എല്ലാവരും ചേർന്നാണ്. ഈ ഇംഗ്ലീഷിൽ പറയുമ്പോൾ 4 ശബ്ദങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ വോയിസസ്, സുപ്രാനോ, ആൾട്ടോ, ബേസ്, അങ്ങനെ ഉള്ള ഈ ടെനർ എന്ന് പറയുന്നതായ 4 വോയിസ് ഉണ്ട്. എന്നാൽ ഇവരെല്ലാവരും കൂടി ഒത്തൊരുമയോടുകൂടി പാടുമ്പോഴാണ് ആ പാട്ടിന് നല്ല മാധുര്യമുള്ളത്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്, ദൈവം നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവിനെ നൽകിയിട്ടുണ്ട്. നാം 12-ാമത്തെ അധ്യായത്തിൽ 1 കൊരിന്ത്യർ 12-ാമത്തെ അധ്യായത്തിൽ 4 മുതലുള്ള വാക്യങ്ങൾ ഞാൻ ഇപ്രകാരം വായിക്കുന്നു. എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്നത്രേ, ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവൻ, വീര്യപ്രവർത്തികളിൽ വ്യത്യാസമുണ്ടെങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ. അപ്പോൾ ദൈവമാണ് സകലത്തിനും കാരണഭൂതനായിരിക്കുന്നത്. താഴോട്ട് വായിക്കുമ്പോൾ നമ്മുടെ ശരീരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് ശരീരത്തിന് പല അവയവങ്ങളുണ്ട്. അപ്പോൾ ഈ അവയവങ്ങൾക്കെല്ലാം ഓരോ ഉപയോഗമുണ്ട്. എന്നാൽ ഇതെല്ലാം കൂടെ ഒത്തൊരുമിച്ച് കൂടുന്നതാണ് നമ്മുടെ ഈ ശരീരം. ആയതുപോലെ തന്നെ സഭയിലും വ്യത്യസ്തരായ വ്യക്തികളാണുള്ളത്. അവർക്കൊക്കെയും അവരുടെ സ്വഭാവത്തിൽ പ്രത്യേകതകളുണ്ട്, അല്ലെങ്കിൽ വേറെ വ്യത്യാസമുണ്ട്. ഓരോ വ്യക്തിക്ക് അവരുടേതായ പ്രകൃതം ഉണ്ടെന്ന് നമുക്കറിയാം. എന്നാൽ ഈ പ്രകൃതമുള്ളതായ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച്, അതായത് വർക്കിംഗ് ടുഗദർ, ദൈവ വേലയ്ക്ക് വേണ്ടി തന്നാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക. ഇപ്പം ഒരു പാസ്റ്റർ എന്നുള്ള വ്യവസ്ഥയിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതലും പ്രസംഗിക്കുക, സുവിശേഷത്തിന് മറ്റുള്ളവരുടെ സാക്ഷീകരിക്കുക. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ കണിശമായിട്ടും അത് വിശ്വാസികളും അവരുടേതായ കഴിവുകൾ, ദൈവം തന്നിരിക്കുന്ന കഴിവുകളെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമുക്ക് ആവശ്യം. ഇനി പ്രത്യേകിച്ച് ചിലരൊക്കെയും പിന്നിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ജോസഫ് ഓഫ് അരിമത്തിയ, അദ്ദേഹം ഒരു വിശ്വാസിയായിരുന്നു, കർത്താവിൽ വിശ്വസിച്ചിരുന്നു. എന്നാൽ താൻ അത് പ്രകടമാക്കിയെന്ന് പറഞ്ഞാൽ പുറമെ പബ്ലിക്കിൽ അത് പ്രകടമാക്കിയത്, പക്ഷേ പിന്നണിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആ വ്യക്തികളാണ്. അപ്പോൾ ഇവരൊക്കെയും പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ കണിശമായിട്ടും ദൈവം കാണുന്നുണ്ട്. അതുകൊണ്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന കഴിവുകൾ എന്തെല്ലാമാണെന്ന് നാം ശ്രദ്ധിക്കുകയും അതിനനുസരണമായിട്ടുള്ള ഒരു സഹകരണം ചെയ്യുക. ഇപ്പോൾ കൊയർ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് പാടുമ്പോൾ ആ ഗാനം മാധുര്യമുള്ളതായി തീരുന്നത് പോലെ സഭയിൽ നാം എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കുക. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ കണിശമായിട്ടും സഭ മേൽക്കുമേൽ വളരുവാൻ, ഐക്യമത്യത്തോട് നിൽക്കുവാൻ, ഒരുമനപ്പെട്ടുള്ളതായ ഒരു അനുഭവം ഉണ്ടാകുവാൻ ഈ പകൽക്കാലം ദൈവം നമ്മെ ഓരോരുത്തരും സഹായിക്കട്ടെ. പ്രത്യേകിച്ച് എടുത്തു പറയുന്നത്, മറ്റുള്ളവരുടെ കഷ്ടതകളിൽ എന്ത് ചെയ്യണം? ആശ്വാസകന്മാരായി തീരണം. അവരെ ആശ്വസിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അത് നമ്മുടെ ഓരോരുത്തരും കടമയാണ്. അതിന് വലിയ കാര്യമൊന്നുമില്ല, നല്ല വാക്കുകൾ പറയുക, അവരെ ആശ്വസിപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും ചില വാക്കുകളൊക്കെയും ഓർത്ത് പറയുകയും അങ്ങനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കണിശമായിട്ടും ദുഃഖാർത്ഥരായിരിക്കുന്നവർക്ക്, അതുപോലെ പ്രയാസം കഴിയുന്നവർക്ക് ആശ്വാസം കണ്ടെത്തുവാൻ തക്കവണ്ണം സാധിക്കും.
അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ ആത്മീയ വരങ്ങൾ നമുക്ക് ധാരാളമായി ദൈവം പ്രവർത്തിക്കട്ടെ എന്ന് ആശിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ധ്യാനത്തിൽ ഞാൻ വിരമിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ വാഴ്ത്തപ്പെട്ട പിതാവേ, തിരുസന്നിധിയിലേക്ക് അടിയങ്ങളെ തന്നെ താഴ്ത്തുന്നു. ഈ ഒരു ദിവസം കൂടെ കാണുവാൻ അവിടുന്ന് സഹായിച്ചു. അടിയങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഈ സമർപ്പണത്തെ സ്വീകരിക്കണമേ. ഞങ്ങളുടെ ഏറെ ആശ്രയം അവിടുന്നാകുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ട തിരുകൃപ ധാരാളമായി കാണണമേ. ഇനി പാൽക്കാലം അതിനായി അടിയങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. എല്ലാം യേശുവിൽ കൂടെ താഴ്മയോടും വിനയമായി ചോദിക്കുമ്പോൾ കൃപയോടെ ഉണ്ടാകണമേ. ആമേൻ.